ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം ഒരു സുഹൃത്ത് ഇങ്ങനെ ഈ തൗഹീദ് ഇങ്ങനെ കേട്ടിട്ട് മൂപ്പർക്ക് ഇങ്ങനെ സംശയം തോന്നിയില്ല. അപ്പൊ മൂപ്പര് ഉസ്താദിനോട് പോയിട്ട് ചോദിച്ചല്ലോ, അല്ല ഉസ്താദെ, നമ്മളിപ്പോ ഈ ഇടങ്ങാറായി കണ്ട് എന്തിനാ ഇപ്പൊ ഈ മൊയ്തീൻ ശൈഖിനെയും ബദരീങ്ങളൊക്കെ വിളിച്ചാൽ നിൽക്കുന്നത്, നമുക്കിപ്പോ പടച്ചോനെ വിളിച്ചാൽ പോരെ അല്ലെ? നിങ്ങൾ ആലോചിക്കുക, എന്തിനാ ഇപ്പൊ പടച്ചോനെ വിളിച്ചാൽ പോരെ? ഒരാൾ പടച്ചോനെ വിളിച്ച, ഒരാൾ ബദരീങ്ങളെ വിളിച്ച, ഏതാ നല്ലത്? അപ്പൊ ഉസ്താദ് പറഞ്ഞത്രേ, അത് നമ്മൾ മന്ത്രിമാരെടുത്ത് പോയിട്ട് നേരിട്ട് കാര്യം പറഞ്ഞാൽ നടക്കുമോ? അല്ല, നടക്കൂല. നമ്മൾ ആദ്യം ലോക്കൽ കമ്മിറ്റി പോണം, എന്നിട്ട് ഏരിയ കമ്മിറ്റിന്റെ കത്ത് വാങ്ങി ജില്ലാ കമ്മിറ്റിന്റെ കത്ത് വാങ്ങി ജില്ലാ കമ്മിറ്റി കൊണ്ട് വിളിച്ചറിയിച്ചിട്ട് പോണം. അങ്ങോട്ട് എന്നാലേ നടക്കുള്ളൂ. ഈ സാധുവിന് പറഞ്ഞു കൊടുക്കണം മൂപ്പര്. ഏത് അതേപോലെയാണ് നമ്മൾ നേരിട്ട് പോയിട്ട് കാര്യമില്ലാന്ന് ഇവിടുന്ന് വിളിച്ചു പറയണമെന്ന്. ആ വിളിച്ചറിയിച്ചാലാണ് അത്ര ബദരീങ്ങളെ. നമ്മൾ ബദരീങ്ങളെ വിളിച്ച, ബദരീങ്ങൾ ഇതിനെ പടച്ചോനെ വിളിച്ച. അതായത് ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അല്ലേ? അതാണ് നല്ലത്, അതാണ് നല്ലത് എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ മക്കയിൽ വരുമ്പോ എന്താ അറിയോ, അവിടെ അങ്ങനെ തന്നെയാണ് ഓരോ വിശ്വാസം. അവിടെ ഏരിയ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് ഈ ലാത്ത മനാത്ത എന്നൊക്കെ പറഞ്ഞത്. ആരാ ലാത്ത പറഞ്ഞാല്? ലാത്ത എന്ന് പറഞ്ഞാല് ഗുരുവായൂരപ്പന്റെ മാരത്തെ വിഗ്രഹമല്ല. ലാത്ത എന്ന് പറഞ്ഞാല് അവിടെ നല്ലൊരു മനുഷ്യൻ ജീവിച്ച് മരിച്ചു പോയ ഹജ്ജിനൊക്കെ വരുന്ന ആൾക്കാർക്ക് പായസം വിളമ്പീനെ നല്ലൊരു മുത്തക്കിയെന്നു ഈ ലാത്ത എന്ന് പറയണത്. ആ ലാത്ത മരിച്ചപ്പോ എന്തൊക്കെയാണ്? ലാത്തനെ ഓർമ്മിക്കാൻ വേണ്ടി ലാത്തന്റെ വിഗ്രഹം ഉണ്ടാക്കിയതാണ്. അതിങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ളൂ. ജാറത്തിൽ പോയി അത് കിടക്കാണ്, വ്യത്യാസമൊന്നുമില്ല. ഒന്ന് നിൽക്കുക, ഒന്ന് കിടക്കുക. അപ്പൊ അതിനോട് പറയാ, ലാത്തനോട് പറയാണ്. ലാത്തനോട് പറഞ്ഞിട്ട് ലാത്ത പടച്ചവനോട് പറയാ. നമ്മൾ നേരിട്ട് പറയാൻ പാടില്ല, നമ്മൾ പാപം ചെയ്യണോലല്ലേ. അതാണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. ഒരു പച്ച കുടുങ്ങിയ പടച്ചോനെ തന്നെ വിളിച്ചുള്ളൂ അല്ലെ? ബദറിൽ പടച്ചോനെ വിളിച്ചതോര്, ബദറിൽ പഠിച്ചോനെ വിളിച്ചു. ഓല് സമുദ്രത്തിലകപ്പെട്ട് കപ്പല് വഴി തെറ്റിപ്പോയി കാറ്റും കോളും വന്ന് പച്ച കുടുങ്ങിയാല് ഒരു പഠിച്ചോനെ തന്നെ വിളിക്കുക. പക്ഷെ ചെറുതിനൊന്നും വിളിച്ചാൻ പറ്റൂല. എന്തിനാ വിളിക്കണത്? ഒരു കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര കൃത്യം നോക്കി. ഇതൊക്കെ അള്ളാന്റെ അടുത്ത് ഞങ്ങളെ ശുപാർശക്കാരാണ്, ഞങ്ങളെ കൂട്ടക്കാരാണ്, ഇവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പറയും. അതാണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. അതിനാണ് അള്ളാന്റെ റസൂൽ വന്നത്. അങ്ങനെ പറയരുത്, അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, ലാത്തനെ വിളിക്കരുത് എന്ന് പറയാനാണ് അള്ളാന്റെ റസൂൽ വന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥതാണ്.